ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. രണ്ട് പടയോർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേ. അപ്പോൾ ഈ പാസേജ് വായിച്ചിട്ട് ഇതിൻ്റെ താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഓക്കെ. മമാനി ഏക്ക് പ്യാരി സി ചോട്ടി സി ലടുക്കി തി. മമാനി ഒരു സുന്ദരിയായ കൊച്ചു പെൺകുട്ടിയായിരുന്നു. വഹ് അപ്പിനി മാ ഓർ ബായ് കെ സാത്ത് അസം മേ രഹ്തി തി. അപ്പൊ അമ്മയോടും സഹോദരനോടൊപ്പം എവിടെയാണ് താമസിച്ചിരുന്നത്? അസമിലായിരുന്നു. ഉസ്കി മാ അമ്മ ചായക്ക് പത്തി തോട്ടനേക്ക കാം കർത്തി തി. അതായത് ചായക്ക് പത്തി എന്ന് പറഞ്ഞാൽ ചായയുടെ ഇല, അത് പിന്നെ പെറുക്കുന്ന ജോലിയായിരുന്നു. മമാനി ഗർമേ മാക്കി മദത് കർത്തി തി. മമാനി വീട്ടു ജോലികളിൽ അമ്മയെ സഹായിച്ചിരുന്നു. മദത് എന്ന് പറഞ്ഞാൽ എന്താണ്? സഹായിക്കുക. ഓക്കെ. ആദ്യത്തെ ചോദ്യം ഇതാണ്. മമാനി കിസ്കെ സാത്ത് രഹ്തി തി. മമാനി ആരുടെ കൂടെയായിരുന്നു താമസിച്ചിരുന്നത്? പിതാക്കെ സാത്ത്, മിത്രക്കെ സാത്ത്, ദാദിക്കെ സാത്ത്, മാ ഓർ ബായിക്കെ സാത്ത്. അച്ഛൻ്റെ കൂടെയാണോ, ഫ്രണ്ടിൻ്റെ കൂടാണോ, ദാദിയുടെ കൂടെയാണോ, അല്ലെങ്കിൽ മാ ഓർ ബായിക്കെ സാത്ത്? അപ്പൊ ശരിയായ ഉത്തരം മാ ഓർ ബായിക്കെ സാത്ത്. മാ ഓർ ബായിക്കെ സാത്ത്. ഇനി അടുത്ത മമാനിക്ക് മാ ക്യാ കാം കർത്തി തി. മമാനിയുടെ അമ്മ എന്ത് ജോലിയായിരുന്നു ചെയ്തത്? അധ്യാപിക കാം അധ്യാപികയായിരുന്നു. നൗകരാനി കാം വീട്ടുജോലിയായിരുന്നു. ചായക്ക് പത്തി തോടനേക്ക കാം തേയില പറിക്കലിന്റെ ജോലിയായിരുന്നു. അപ്പൊ അതാണ് ശരിയായ ഉത്തരം. ഇനി അടുത്ത മമാനി കഹാക്കെ രഹ്നെ വാലിതി. മമാനി എവിടെ ആണ് താമസിച്ചിരുന്നത്? എവിടെയുള്ള ആളാണ് എന്ന്? ബംഗള, ഒഡീസ, മേഘാലയ, അസം. അപ്പൊ അസമാണ് ശരിയായ ഉത്തരം. ഇനി അടുത്തത് മമാനി ഗർമേ കിസ്കി മദത് കർത്തി തി. മമാനി വീട്ടിൽ ആരെയാണ് സഹായിച്ചത്? പിതാക്കി, മാക്കി, ബായ്ക്ക് ഓർ ദാദിക്ക്. അപ്പൊ ആരായിരുന്നു സഹായിച്ചിരുന്നത്? മാക്കി മദത് കർത്തി തി. അത് ഇവിടെ തന്നെ ലാസ്റ്റ് ഉണ്ടല്ലേ, ഗർമേ മാക്കി മദത് കർത്തി തി. ഈ ചോദ്യത്തിന്റെ ഉത്തരം മുഴുവൻ ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. ഓക്കെ. സഹായത സമാനാർത്ഥ ശബ്ദ ചുൻക ലിഖേ. സഹായത എന്നർത്ഥം വരുന്ന വാക്ക് ഏതാണ്? പ്യാരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്നേഹമുള്ള. രഹന എന്ന് പറഞ്ഞാൽ താമസിക്കുക. തോട്ന എന്ന് പറഞ്ഞാൽ പറിക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക. മദത് എന്ന് പറഞ്ഞാലാണ് സഹായത അഥവാ ഹെൽപ്പ് എന്നർത്ഥം വരുന്നത്. ഒന്നിന്റെ എല്ലാവർക്കും തന്നെ കിട്ടും. കാരണം എല്ലാ ചോദ്യത്തിന്റെ ഉത്തരവും ഈ ഒരു ചെറിയ പാസേജിലുണ്ട്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് കവിതാംശ പടയോർ പ്രശ്നമൊക്കെ ഉത്തരലിയെ. ഈ കവിതയുടെ ഭാഗം വായിക്കുക, എന്നിട്ട് ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാം. ഫിർ അണ്ടേ സയേഗി തൂ ജബ്. നിങ്ങൾ എപ്പോൾ മുട്ട വിരിയിക്കും? നിഖലേങ്കി നന്നെ ബച്ചേ തബ്. അപ്പോൾ കൊച്ചു കുട്ടികൾ പുറത്തു വരും. അഹം ആക്കർ ബാരി ബാരീസെ. ഞങ്ങൾ ഓരോരുത്തരായി വന്ന് കർ ലേങ്കെ ഉസ്കി നിഗരാനി. അവരെ ഞങ്ങൾ നോക്കിക്കോളാം. നിഗരാനി എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ച് നോക്കുക എന്നുള്ള അർത്ഥമാണ്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്. നിഗരാനി ക മത്ലബ് ക്യാ ഹെ? നിഗരാനി എന്ന് പറഞ്ഞാൽ എന്താണ്? നിഗരാനി എന്ന് പറഞ്ഞാൽ എന്താണ്? പകട്ന പിടിക്കുകയാണോ? നിക്കൽന പുറപ്പെടുക. ദേക്കിന ദേക്കിന എന്നാണ് അർത്ഥം. നിഗരാനി എന്ന് പറഞ്ഞാൽ നോക്കുക, സംരക്ഷിക്കുക എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. ഇനി അടുത്ത കവിതാക്ക ആശയലിക. കവിതയുടെ ആശയം എഴുതാനാണ്. ഓക്കെ. മഹാദേവി വർമ്മയ്ക്ക് ഏക്ക് സുന്ദർ കവിത ഹെ ബിയ ഹമാരി ചിടിയ റാണി. ഇത് മഹാദേവി വർമ്മയുടെ ഒരു മനോഹരമായ ഒരു കവിതയാണ്. യഹ് കവിത ബയ നാമക് ഏക്ക് പക്ഷിക്ക് ബാരമേ ഹെ. ഇത് ബയ എന്നു പേരുള്ള ഒരു പക്ഷിയുടെ കുറിച്ചാണ് ഈ ഒരു കവിത. ദോ ബച്ചെ പക്ഷിക്കോ ദേക്കർ ബഹം कहते हैं कि जब चिड़िया अंडे साएगी और नन्हे बच्चे निकलेंगे तब हम उनके बार बार देखेंगे. അപ്പൊ രണ്ട് കുട്ടികൾ ആ പക്ഷിയെ കണ്ടുകൊണ്ട് പറയാണ്, ചിടിയ മുട്ടയിടുകയും അതിൽ നിന്ന് കുഞ്ഞുങ്ങൾ പുറത്തുകയും ചെയ്യുമ്പോൾ അവരെ വീണ്ടും വീണ്ടും കാണുമെന്നും ശ്രദ്ധിക്കുമെന്നും ഒക്കെയാണ് പറയുന്നത്. ഏ ചിടിയാക്കെ പ്രതി ബച്ചോങ്ക പ്യാർ ഓർ ദേഖ്ഭാൽ ദേഖ് സക്തേ ഹെ. അപ്പൊ പക്ഷിയോടുള്ള കുട്ടികളുടെ സ്നേഹവും കരുതലും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. ഇനി അടുത്തത് ചോദ്യം നോക്കാം. पेड़ की पत्तियों और फूलों पर टहरा सारा पानी कुंडली के ऊपर गिर गया. वह तरबतर हो गई. गुड्डू भागता जा रहा था और हंसता जा रहा था.
पेड़ की पत्तियों और फूलों पर ठहरा सारा पानी കുട്ട്ലി के ऊपर गिर गया. അപ്പൊ മരത്തിന്റെ ഇലകളിലും പൂക്കളിലൊക്കെ ഉള്ള വെള്ളം മുഴുവനും കുട്ട്ലിയുടെ മേലെ വീണു. വഹ് തർ ബദർ ഹോ ഗയി. അത് നനഞ്ഞു. ഗുഡ്ഡു ഭാഗ്താ ജാ രഹാ ഥ. ഗുഡ്ഡു ഓടിച്ചെന്ന് ഓർ ഹസ്താ ജാ രഹാ ഥ. എന്നിട്ട് ചിരിക്കുകയാണ്. സാരാ പാനി മേ വിശേഷൻ ശബ്ദ കോൻ സാ ഹെ. ഈ സാരാ പാനി എന്നുള്ളതിൽ വിശേഷൻ ശബ്ദം, അതായത് പാനി, സാരാ പാനി എന്ന് പറഞ്ഞാൽ മുഴുവൻ വെള്ളവും. അപ്പൊ സാരാ പാനി എന്ന പാനീനെ വിശേഷിപ്പിക്കുന്ന എന്താണ്? സാര എന്ന വാക്കാണ്. അപ്പൊ സാര ആണ് ഇതിലെ വിശേഷൻ ശബ്ദം. ഗുഡ്ഡു കി ഉസ് ദിൻ കി ഡയറി ലിഖേ. ഗുഡ്ഡുവിന്റെ അന്നത്തെ ദിവസത്തെ ഡയറി എഴുതാനാണ്. അപ്പൊ നമ്മൾ ഡയറി എഴുതുമ്പോൾ താരീഖ്, ഡേറ്റ് എഴുതണം. ഓക്കെ. ആജ് കാ ദിൻ ബഹുത് അച്ഛാ ഓർ മജേദാർ താ. ഇന്നത്തെ ദിവസം നല്ലതായിരുന്നു, നല്ല ഫണ്ണായിരുന്നു. മജേദാർ എന്ന് പറഞ്ഞാൽ നല്ല ഹാപ്പി ആയിരുന്നു, ഫണ്ണായിരുന്നു. മേനെ ബർസാത്തി നാൽമേ പത്തേ കി ഹേക്ക് നാവ് ചോടി ഗുഡ്ലി മേരെ സാത്ത് തീ. ഞാൻ മഴയത്തെ ഒരു എന്താണ് പത്തനെ കൊണ്ട് പത്താന്ന് പറഞ്ഞ ഇലനെ കൊണ്ട് ഒരു ചെറിയ നാവ് ഉണ്ടാക്കി, അതായത് ചെറിയൊരു കപ്പൽ ഉണ്ടാക്കി. ഗുഡ്ലി മേരെ സാത്ത് തീ और हम बारिश में दिखने वाली कोकल गायों को देखने लगा. गुडली चांदनी के पेड़ के नीचे गई. गुडली മരത്തിന്റെ താഴെ വന്നു. മേനെ മസാക്ക് മേ പേട് ഹില ദിയ ഓർ സാരാ പാനി കുട്ട്ലി പർ ഗിർ ഗയ. ഞാൻ തമാശയ്ക്ക് പിന്നെ മരം മുഴുവനും കുലുക്കി, അപ്പൊ അതിലുള്ള മുഴുവൻ വെള്ളവും കുട്ട്ലിയുടെ മേലെ വീണു. മേ ഹസ്കർ ബാഗ്, ഞാൻ ചിരിച്ച് ഓടി. ഓർ ഗുട്ട്ലി മേരെ പീച്ചെ ദൗടി, എൻ്റെ ബേക്കിൽ വന്നു. പീച്ചെ ദൗടി എന്ന് പറഞ്ഞാൽ പുറകെ ഓടി വന്നു. തബി മേ ഫിസൽക്കർ കീച്ചഡ്മേ ഗിർബട, അങ്ങനെ ഞാൻ വഴുതി ചെളിയിൽ വീണു. ഹം ദോനോ ബഹുത്ത് ഹസേ, ഞങ്ങൾ രണ്ടുപേരും കുറേ ചിരിച്ചു. യഹ് ദിൻ മേ കബി നഹി ഭൂലേംഗെ, ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇനി അടുത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിലിമി ദേഖലേക്ക് കയ് ഹംഷ് പടേ ഓരോ പ്രശ്നമൊക്കെ ഉത്തരികെ. ഓക്കെ. ഫിൽമി കി കഹാനി സുന്നമേ തോ ബഡി സാധാരണ ലഗ്തി ഹെ. സിനിമയുടെ കഥ വളരെ ലളിതമാണ്. പർ ജിസ് അസാധാരണ തരീക്കെ സെ ഇസ് കഹാനി കാ നിർദ്ദേശ് മാജിദ് മജീദി നെ പർദേ പർ ഉഡായ ഹെ വോ കാബിലെ താരിഫ് ഹെ. അപ്പൊ സിനിമയുടെ കഥ വളരെ ലളിതമാണെങ്കിലും പക്ഷെ ഇതിന്റെ സംവിധായകൻ, നിർദ്ദേശക് എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ആരാണ്? മജീദ് മാജി. ഈ കഥ പർദേ പർ ഉഡായ, സ്ക്രീനിൽ എത്തിച്ചപ്പോൾ അസാധാരണമായ രീതി കാബിലെ താരിഫ് ഹെ, പ്രശംസനീയമാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്. യ ഫിലിം ക നിർദ്ദേശക് കോൻ ഹെ. ഇതിന്റെ ഡയറക്ടർ ആരാണ്? ഇവിടെ ഉണ്ട്, അയാളുടെ പേര് മാജിദ് മാജി എന്ന് എഴുതുക. ഞാൻ आपके स्कूल में जन्नत के बच्चे फिल्म का प्रदर्शन होने वाला है, इसके लिए एक पोस्टर तैयार करें. അപ്പൊ നിങ്ങളുടെ സ്കൂളിൽ ചിൽഡ്രൻ ഓഫ് പാരഡൈസ് ജന്നത്ത് കെ ബച്ചെ എന്ന സിനിമ പ്രദർശിപ്പിക്കാൻ പോവുകയാണ്. അതിനൊരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ ഒരു ബോക്സിൽ നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്യുക. ബോക്സിൽ നല്ല വൃത്തിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യുക. ABC സ്കൂൾ കോട്ട ഏതെങ്കിലും സ്കൂളിന്റെ പേര് എഴുതുക. ഫിലിമി പ്രദർശക്, ഫിലിമി പ്രദർശനം എന്ന് പറഞ്ഞാൽ സിനിമാ പ്രദർശനം. ജന്നത്ത് പ്രദർശനം ചെയ്യുന്ന സിനിമയുടെ പേര് എഴുതുക. ഇറാനി ഫിലിമാണ്. ഏതാ സമയവും ഡേറ്റ് ഒക്കെ എഴുതുക. സുബഹ് 10 ബജെ. സ്ഥാനം എവിടാണ് സ്ഥലം എന്ന് എഴുതുക. സ്കൂൾ സഭാഗ്രഹം. സബ്കാ സ്വാഗത് ഹെ. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത പ്രവർത്തനം നോക്കാം. വഹ് കുച്ച് ഉൽജി സുൽജി സി നാനാക്കെ പാസ് ദൗഡി. അവളാകെ ആശയക്കുഴപ്പത്തിലായി. ഉൽജി സുൽജി എന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവാതെ അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലാക്കുക. നാനാക്കെ പാസ് ദൗഡി, മുത്തച്ഛൻ്റെ അടുത്തേക്ക് പോയി. ഉന്നെ കാർഡ് ദിക്കായ, എന്നിട്ട് കാർഡ് കാണിച്ചു കൊടുത്തു. ഓർ ബോലി, എന്നിട്ട് പറഞ്ഞു. നാനാ പർ 50,000 തോ ബഹുത് ജ്യാദ ഹോത്താ ഹേ നാ. ഞാനാ എന്താണ് 50,000 എന്നൊക്കെ പറയുന്നത് ഒരുപാടില്ലേ. ഇത്തിരി സാൽ കോൻ ജീത്താ ഹേ, ഇത്രയും വർഷം ആരെങ്കിലും ജീവിച്ചിരിക്കുമോ? ഞാനാനെ കഹ, അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു? യഹ് തോ ഏക് തരഹ് കി ദുആ ഹെ, ഇതെന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള പ്രാർത്ഥനയാണ് എന്ന് പറയാണ്. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്. ദുആ കാ സമാൻ അർത്ഥവാല ശബ്ദ കോൻസാ ഹെ. ദുആ എന്ന അർത്ഥം വരുന്ന വാക്ക് ഏതാണ്? ആശയാണോ, പ്രാർത്ഥന ആണോ, മുഹാവര, ഉപദേശ്? അപ്പൊ എന്താണ്? ദുആ എന്ന അർത്ഥം വരുന്നത് പ്രാർത്ഥന എന്നാണ്. ഓക്കെ. കൽ നിമ്മി കാ ബർത്ത്ഡേ താ. ഇന്നലെ
നിമ്മിയുടെ ബർത്ത്ഡേ ആണ്. ഉപഹാർ കെ രൂപ മേ മില ഏക് കാർഡ് ബഹുത് സുന്ദർ താ. അപ്പോൾ അവൾക്ക് സമ്മാനമായിട്ട് കുറേ കാര്യങ്ങൾ കിട്ടും. അപ്പോൾ കിട്ടി. അപ്പോൾ അതിലൊരു കാർഡ് വളരെ സുന്ദരമായിരുന്നു. ബർത്ത്ഡേ കാർഡ് की വിശേഷതായം पर നിമ്മി और सहेली के बीच വാർത്താലാപ് लिखे. അപ്പോൾ അതിനെ പറ്റിയിട്ട് അവളും അവളുടെ ഫ്രണ്ടും തമ്മിൽ സംസാരിച്ചു. ആ ഒരു കോൺവെർസേഷൻ എഴുതാനാണ്. അപ്പോൾ നിമ്മി, ഹലോ റീന, റീന ഹായ് നിമ്മി, ജന്മദിൻ की हार्दिक शुभकामना है. അപ്പോൾ ജന്മദിനാശംസകൾ എന്ന് പറയാം. അപ്പം നിമ്മി പറയാണ് ധന്യവാദ്, നന്ദി. കൽ മുझे एक ബർത്ത്ഡേ കാർഡ് മില, ഇന്നലെ എനിക്കൊരു ബർത്ത്ഡേ കാർഡ് കിട്ടി. ജിസ്മേ ലിഖാത്ത, അതിൽ പറഞ്ഞിരിക്കുന്നത് തും ജിയോ ഹസാരോ സാൽ, നീ ഒരുപാട് വർഷങ്ങൾ ജീവിക്കട്ടെ എന്നാണ്. അപ്പൊ റീന പറഞ്ഞു യഹ് പങ്ക്തി ബഹുത്ത് ഹച്ചി ഹെ, ഇസ്കാ മത്ലബ് ഹെ, ഈ വരികൾ നല്ല രസമുണ്ട് കേൾക്കാൻ, ഇതിന്റെ അർത്ഥം എന്താന്ന് അവള് ചോദിക്കണം. ഇസ്കാ മത്ലബ് ക്യാ ഹെ. അപ്പൊ നിമ്മി പറയാൻ നാനാനെ ബത്തായ ഹെ കി യഹ് മിർസ ഗാലിബ് കാ ഷേർ ഹെ. അപ്പൊ എന്നോട് നാന പറഞ്ഞു ഇത് മിർസ ഗാലിബിന്റെ വരികളാണ്. ഓർ ഹമേ അച്ഛേ കാം കർണേക്ക് പ്രേരണ ദേത്താ ഹെ. അപ്പൊ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രേരണ നൽകുന്ന വരികളാണ്. അപ്പൊ റീന പറഞ്ഞു സച്മേ ഏ ഷേർ ബഹുത്ത് സാർത്ഥ ഹെ. അപ്പം പറയണ ഇത് നല്ല രസമുള്ള വരികളാണെന്ന് പറയാണ്. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. കവിതാംശ പഠേ ഓർ പ്രശ്നങ്ങൾക്ക് ഉത്തർ ലിഖേ. ഫിർ ജബ് ഉൻകെ പർ നിക്കലേഗെ, പിന്നെ നമ്മൾ അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ. ഉഡ് ജായേങ്കെ ബയാ ബനേങ്കെ, ഉഡ് ജായേങ്കെ ബയാ ബനേങ്കെ, പറന്നു പോകും. ഹം തബ് തേരെ പാസ് രഹേങ്കെ, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. തൂ രോന മത്ത് ചിടിയ റാണി, ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാകും, നീ ഒരിക്കലും കരയരുത് എന്ന് പറയാണ്. സമാൻ ആശയ വാലി പക്തിയാം ചുൻകർ ലിഖേ. ജബ് നന്നെ ബച്ചോ കെ പങ്ക് നിക്കലെങ്കെ വോ തബ് വേ ഉഡ് ജായേങ്കെ. അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളുടെ ചിറക് വലുതാകുമ്പോൾ, ചിറക് മുളയ്ക്കുമ്പോൾ അവ പറന്നു പോകും. അപ്പൊ ആ അർത്ഥം വരുന്ന വരി ഏതാണ്? ഫിർ ജബ് ഉൻകെ पर निकलेंगे उड़ जाएंगे बया बनेंगे, അതാണ് ഈ വരികൾ. ഇനി അടുത്ത പശു പക്ഷി പ്രകൃതി ക അഭിന്ന അംഗ് ഹെ. മൃഗങ്ങള് പക്ഷികള് എന്ന് പറയുന്ന പ്രകൃതിയുടെ അവിഭാജ്യ ഘടകമാണ്. എനിക്ക് മദത് കർണ ഹമാര ദായിത്വ ഹെ. അപ്പോൾ ഇതിനെയൊക്കെ സംരക്ഷിക്കേണ്ടത് എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇസ് വിഷയ പർ ടിപ്പണി ലിഖിയ. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ്. പശു പക്ഷിയും और പ്രകൃതി एक दूसरे का गहराई से जुड़े हुए हैं. മൃഗങ്ങളും പക്ഷികളും പ്രകൃതികളുടെ അവിഭാജ്യ ഘടകമാണ്. ഇൻകെ ബിന പ്രകൃതി का संतुलन बिगड़ जाता है. ഇവയില്ലാതെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിൽക്കില്ല. पेड़ पौधों की रक्षा, बीज फैलाने और पर्यावरण को स्वच्छ रखने में पशु पक्षियों की बड़ी भूमिका होती है. വൃക്ഷങ്ങൾക്ക് വളരാൻ, വിത്തുകൾ വളരാൻ, പരിസ്ഥിതിയെ ശുദ്ധമായി നിലനിൽക്കാൻ മൃഗപക്ഷികൾക്ക് വലിയ പങ്കുണ്ട്. ഹമേ ഉന്നെ നുക്സാൻ നെഹി പഹുഞ്ചാന ചാഹിയെ, അതിനെ നമ്മൾ ദോഷമൊന്നും വരുത്തരുത്. ഉൻകെ രഹനെ സ്ഥാൻ സുരക്ഷിത് രഹനെ ചാഹിയെ और उन्हें പ്രേം വ സഹാനുഭൂതി കെ സാത്ത് ദേഖ്ന ചാഹിയെ. അപ്പോൾ നമ്മൾ അതിന് സഹാനുഭൂതിയോടെയും സ്നേഹത്തോടും കൂടിയിട്ട് അതിനെ സംരക്ഷിക്കുക അത്യാവശ്യമാണ്. പശു പക്ഷിयों की रक्षा करके ही हम प्रकृति को बचा सकते हैं और एक सुंदर भविष्य बना सकते हैं.